ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല. ഇന്ന് ഞങ്ങളെ വീട്ടിലെ കൊടംപുളി മരത്തുമെന്ന് എന്നും വീഴാറുണ്ട്. 5ഉം 6ഉം കൊടംപുളിയൊക്കെ വീഴാറുണ്ട്. ഇന്ന് 2 കൊടംപുളിയാണ് വീണിട്ടുള്ളത്. നല്ല വലിയ കൊടംപുളി ആയിരിക്കും. ഇത് രണ്ടും ചെറുതാണ്. ഇപ്പോൾ നല്ല നിൽക്കാതെ മഴ പെയ്യുകയാണെങ്കിൽ 5ഉം 6എണ്ണമൊക്കെ വീഴും. മരത്തിൻ്റെ താഴെയൊന്നും കൊടംപുളി കാണില്ല, അതൊക്കെ മേലെ ആണ്. അപ്പോൾ ഇത് 2 കൊടംപുളി വീണിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കൊടംപുളി മരം. ഇത് പഴുത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് മഴ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് വരും. എന്നിട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് നല്ലപോലെ പഴുത്ത് എൻ്റെ ഞെട്ടി പൊട്ടി വീഴാറാണ്. അപ്പോഴാണ് ഇത് ഉണക്കാറ്. അപ്പോൾ നല്ലപോലെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇത് വിറകടുപ്പിൻ്റെ തിണ്ണയിലിട്ടിട്ടാണ് ഞങ്ങളിത് ഉണക്കാറ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ അകത്ത് നിറയെ കുരുവായിരിക്കും. അത് മാറ്റി ഓരോരോ അല്ലിയായിട്ട് മാറ്റി കൊടുക്കാം. കടയിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇത് കുറച്ച് വീതിയിൽ 2 അല്ലിയൊക്കെ ആയിട്ടാണ്, 2ഉം 3ഉം അല്ലിയിലൊക്കെയാണ് ഉണക്കാറ്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഓരോ അല്ലിയായി മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് എത്ര അല്ലിയായിട്ട് വേണമെങ്കിലും ഉണക്കിയെടുക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിനു മുമ്പ് കിട്ടിയ കൊടംപുളിയാണ് ഇവിടെ ഈ ഇട്ടിട്ടുള്ളത്. ഓരോ ദിവസം 2ഉം 3ഉം ഒക്കെ കൊടംപുളി കിട്ടുന്ന കാരണം ഇത് എല്ലാം ഒരേപോലെ ഉണങ്ങി കിട്ടില്ല. ഈ പാത്രത്തിൽ വെച്ച കൊടംപുളി ആണ് ഇന്നും കൊണ്ട് ഉണങ്ങി കിട്ടും. ഇന്നുകൂടെ ചൂട് കൊണ്ടാൽ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറാണ്. ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് പാത്രത്തിലേക്ക് വെച്ച് അടുപ്പ് കത്തിക്കൽ കഴിഞ്ഞ് വിറകടുപ്പിലാണ് ഞങ്ങൾ ചോറൊക്കെ വെക്കാറ്. അത് വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതുമാതിരി പാത്രത്തിൽ വെച്ച് അടുപ്പിൽ വെക്കാറാണ്. ഇപ്പോൾ ഇതാ നല്ല പോലെ ഉണങ്ങിയ കൊടംപുളിയാണിത്. നല്ല പോലെ കറുത്ത ശേഷം നമുക്ക് അത് മാറ്റി ഉപയോഗിക്കാം. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ മീൻ കറിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. ദിവസവും ഇത് കൊടംപുളി ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ദിവസം നല്ലപോലെ തുടച്ചിട്ടാണ് ഇത് ഇടാറ്. അപ്പോൾ തുടക്കാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ പാത്രത്തിൽ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 ചെടികൾ ഈ ഹാളിൽ വെച്ചിട്ടുണ്ട്. അത് ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുക്കാറാണ്. വെള്ളം മാറ്റി കൊടുക്കാൻ മാത്രം വെള്ളം ഉണ്ടാവാറില്ല. നിറയെ വെള്ളം കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.